എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. ഞങ്ങൾ തമ്മിൽ കേരളത്തിൽ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഇത്രയും വർഷമായിരുന്നു. എന്തായാലും അവളുടെ കല്യാണം നടന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അവളുടെ സെയിം വൈബിലുള്ള ഒരാളെ തന്നെ കിട്ടി. അത് ഭയങ്കര സന്തോഷം. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതെ അതെ, അറേഞ്ച് മാരേജ്. ഞാൻ ലവ് മാരേജ് ആണെന്ന് തോന്നുന്നു. അത്ര വൈബാണ് രണ്ടുപേരും. ഞാൻ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടും ഒരു കേസ് ഉള്ളതാണ്. ഇങ്ങനെ വർക്കും കേസും ഒക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ ഏതാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അഡ്വക്കേറ്റ് ലൈഫാണ്. പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് ആക്ടിംഗ് ഒക്കെ കൊണ്ടുപോകും. റീൽസ്. പിന്നെ ഈ മാസം തന്നെ പുതിയൊരു സൈന മ്യൂസിക്കിന് വേണ്ടിയിട്ടൊരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലേ? ഈ മാസം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വലിയൊരു സംഭവം വരുന്നുണ്ട്. എന്താണ്? വിവാഹമാണോ? അത് പറയാൻ പറ്റില്ല. സർപ്രൈസ് ആണ്. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2-3 മാസമൊക്കെ കഴിയുമ്പോൾ ഓക്കെ. വേറെ അറേഞ്ച് മാരേജ് ആയിരിക്കും? ലവ് മാരേജ് ആയിരിക്കും? ചിലപ്പോ രണ്ടും കൂടി ഉള്ള മാരേജ് ആയിരിക്കാം. ഉടനെ കാണൂല്ലേ? അമ്മയാണല്ലോ മറുപടി പറയണം. ഞങ്ങൾക്ക് ആഗ്രഹം പെട്ടെന്ന് നടത്തണതാണ്. പ്രായമായി വരുമല്ലേ, പ്രായമായല്ലോ വയസ്സൊന്നും പറയുന്നില്ല. അപ്പൊ പക്ഷെ അവളിപ്പോഴേ വേണ്ട, കുറച്ചുകൂടെ കഴിയട്ട് പറഞ്ഞോണ്ടിരിക്കുക. ഒരു വർഷത്തിനൊക്കെ നടത്തണം എന്നൊക്കെ ആഗ്രഹം. അമ്മയുടെ സപ്പോർട്ട് എങ്ങനെയാണ് ആക്ടിങ്ങിൽ? അങ്ങനെ വെച്ചാൽ ഭയങ്കര സപ്പോർട്ടാണ്. ലൈക്ക് എല്ലാ കാര്യത്തിനും എന്നെ ഇങ്ങനെ പുഷ് ചെയ്യും. അത് ഇത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തില്ല. പക്ഷെ അമ്മയുടെ ആ ഒരു സപ്പോർട്ട് കാരണമാണ് ഇത്രയും വരെ ചാനലിൻ്റെ ഫീൽഡിലായാലും എല്ലാ കാര്യത്തിലും ഇങ്ങനെ വന്നത്. അല്ല, അവളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാനും ഇന്നിപ്പോൾ എന്താ പറയുന്നത് ചാനലിലും സിനിമയൊക്കെ 2 സിനിമ ചെയ്തു, സീരിയൽ. അവൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ മുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത്. അതെ അതെ അതെ. പ്രേക്ഷകർക്കായിട്ട് പറയാമോ ഏതൊക്കെ സിനിമയായിരുന്നു? ഞാൻ പാൽത്തു ജാൻവർ, ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഭാര്യ. പിന്നെ അയൽവാസി, സൗബിൻ്റെയും നസ്രിൻ്റെയും ഒക്കെ കണ്ടിട്ടുണ്ടോ സിനിമ? കണ്ടിട്ടുണ്ട്. അതിനകത്ത് മുസ്ലിം ക്യാരക്ടറായിരുന്നു. പിന്നെ ഇപ്പോൾ സൂര്യ TV-യിൽ സുന്ദരി എന്ന് പറഞ്ഞ സീരിയൽ അത് കഴിഞ്ഞു. അമ്മയായിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത്